ഓം ശ്രീ ബുദ്ധചരിതം 1-ാം ഭാഗം. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമിയാണ് ഭഗവാൻ ശ്രീബുദ്ധൻ. അദ്വൈത സിദ്ധാന്തത്തിൻ്റെയും സമത്വ സന്ദേശത്തിൻ്റെയും വക്താക്കളാണ് ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുവും. BC 6-ാം നൂറ്റാണ്ട്. വൈജ്ഞാനികവും ആത്മീയവുമായ ഒരു പുനർനവീകരണത്തിൻ്റെ മുഴക്കങ്ങൾ ലോകത്തിൻ്റെ മർമ്മഭാഗങ്ങളിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങി. ചൈനയിൽ ലാവോട്സുവും കൺഫ്യൂഷ്യസും, ഗ്രീസിൽ പാർമനീഡസും, ഭാരതത്തിൽ മഹാവീരനും ശ്രീബുദ്ധനും. ഭാരതവർഷത്തിൻ്റെ കിഴക്ക് ശാക്യ വംശം. ശ്രീ ബുദ്ധൻ്റെ ദിവ്യ അവതാരം BC 567 BC 567. അച്ഛൻ കപിലവസ്തുവിലെ വിഖ്യാതനായ രാജാവ് ശുദ്ധോദനൻ, അമ്മ മഹാമായ അഥവാ മായാദേവി. അമ്മയുടെ പിതൃഗൃഹം ദേവദാഹം എന്ന സ്ഥലത്താണ്. രണ്ടുപേരും രാജന്യരാണ്, ഉന്നത മൂല്യബോധമുള്ളവർ, ശിവോപാസകർ, മാതൃകാ ദമ്പതിമാർ, ഭരണചാതുര്യം കൊണ്ട് പ്രജകളുടെ ആരാധ്യരുമാണ്. വളരെ വൈകിയാണ് സന്താനഭാഗ്യം ഉണ്ടാകുന്നത്. തേജസ്വിയായ ശിശു കൃഷ്ണനെ പോലെ കരഞ്ഞിട്ടില്ല. ദിവ്യമന്ദഹാസം. സിദ്ധാർത്ഥൻ എന്ന് പേര് വിളിച്ചു. ശുദ്ധോദന മഹാരാജാവ് ഉന്നതരായ പണ്ഡിത ശ്രേഷ്ഠ ജ്യോതിഷിമാരുടെ ഭാവി പ്രവചനം കേട്ടു. ആനന്ദിക്കുകയും ചിന്താകുലനാകുകയും ചെയ്തു. പ്രവചനസാരം ഇതാണ്: ഒന്നുകിൽ ഈ കുമാരൻ അഖിലലോക ചക്രവർത്തിയാകും, അല്ലെങ്കിൽ സർവസംഘപരിത്യാഗിയായ യതിവര്യനാകും. ലോകാരാധ്യനായ ജ്ഞാനിയും ഗുരുവുമാകും. രണ്ടാമത് പറഞ്ഞ പ്രവചനമാണ് കൂടുതൽ ശക്തിയുള്ളത്. അതിനാണ് സാധ്യതയും. സിദ്ധാർത്ഥൻ ജനിച്ച് കുറച്ചു ദിവസത്തിനുള്ളിൽ ജനനി മഹാമായ ഇഹലോകവാസം വെടിഞ്ഞു. മാതൃസഹോദരി ഗൗതമിയാണ് സിദ്ധാർത്ഥനെ തുടർന്ന് ലാളിച്ചു വളർത്തിയത്. അങ്ങനെ പിൽക്കാലത്ത് സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധൻ എന്ന പേരിലാണ് വിശ്രുതനായത്. എപ്പോഴും കാരുണ്യാകുല ചിന്ത ആയിരുന്നു കുമാരനിൽ കണ്ടുവന്നിരുന്നത്. തൻ്റെ പിതൃ സഹോദരപുത്രൻ ദേവദത്തൻ്റെ ശരമേറ്റ് ഒരു സന്ധ്യാവേളയിൽ തൻ്റെ അരികിൽ നിപതിച്ച വെള്ളരിപ്രാവിനെ രക്ഷിച്ചു. കൊട്ടാര ന്യായാധീശൻ്റെ കൽപ്പന ഇപ്രകാരമായിരുന്നു: ഒരു ജീവിയിലുള്ള അധികാരം രക്ഷകനാണ്, ഹിംസകനല്ല. ഭൗതിക ജീവിതത്തിലെ ഒരു ദുഃഖവും വിഷമവും പ്രതിസന്ധികളും രോദനവും ഒന്നും തന്നെ കാണാനും അറിയാനും ഇടവരാത്ത വിധം
വിശാലമായ കൊട്ടാരവളപ്പിനുള്ളിൽ സകലവിധ സുഖസമൃദ്ധിയോടും കൂടി സിദ്ധാർത്ഥൻ വളർന്നു വന്നു. അത്തരം വ്യവസ്ഥയാണ് ശുദ്ധോദന മഹാരാജാവ് ചെയ്തിരുന്നത്. സംഗീത സാഹിത്യാദി സകല കലകളിലും ആയോധന വിദ്യയിലും അശ്വാരോഹണത്തിലും അസ്ത്രശസ്ത്ര പ്രയോഗങ്ങളിലും ശാസ്ത്ര ദർശന വിഷയങ്ങളിലും സിദ്ധാർത്ഥൻ ആഴത്തിലുള്ള നൈപുണ്യം നേടി. എല്ലാ പരീക്ഷണങ്ങളിലും മത്സരങ്ങളിലും അദ്വിതീയ വിജയം നേടി. സിദ്ധാർത്ഥൻ തൻ്റെ മാതലനായ ദണ്ഡപാണിയുടെ പുത്രി സകലകലാവല്ലഭയും വിദുഷിയും പരമസുന്ദരിയുമായ യശോധരയെ പരിണയിച്ചു. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞു. ഗാർഹസ്ഥ്യാശ്രമം തുടങ്ങി. ചില മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ജനപഥവും നഗരവും കണ്ടിട്ടില്ല. കാണാനുള്ള സന്ദർഭം അച്ഛൻ സൃഷ്ടിച്ചിരുന്നില്ല. ലോകം കാണാനുള്ള വാഞ്ഛ കുമാരന് അധികരിച്ചു. മന്ത്രിപുത്രനായ ചന്ദനുമായി രഹസ്യ വ്യവസ്ഥ ചെയ്തു. പാടൊളി ചൊരിയുന്ന നിലാവുള്ള ഒരു രാത്രി, പൗർണമി ദിവസം, യാമിനി വേള, പൂർണ്ണ നിശബ്ദത, ആദ്യമായി നഗരദർശനം നടത്തുന്നു. ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു ദരിദ്രവൃദ്ധൻ മുമ്പിലെത്തി. പിച്ച തരണേ പിച്ച എന്ന് കേണ് അപേക്ഷിക്കുന്നു. അന്നത്തെ യാത്ര മതിയാക്കി. തുടർന്ന് രോഗവും മരണവും കണ്ടു. ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യവും മനസ്സിലാക്കി. നാലാമതൊരു നാൾ തേജസ്വിയായ ഒരു യോഗീശ്വരനെയും കാണുവാൻ ഇടയായി. പരിചയപ്പെടുന്നു. തലമുണ്ടനം ചെയ്തിരിക്കുന്നു. കാഷായവേഷം ധരിച്ചിരിക്കുന്നു. നിർഭീകൻ. അനുകമ്പാർദ്രമായ മൊഴിയും മിഴിയും ജനങ്ങളിൽ ശാന്തിയും ആനന്ദവും പകർന്നുകൊണ്ട് കൊടുത്തു. നിസ്വാർത്ഥമായി മനുഷ്യസേവനം ചെയ്തു മുന്നോട്ട് നീങ്ങുന്ന ഒരു യതിവര്യൻ ദേശാടനം നടത്തുന്നു ഭിക്ഷുവേഷത്തിൽ. സിദ്ധാർത്ഥകുമാരനെ ആ യതിവരൻ വല്ലാതെ ആകർഷിച്ചു. ജീവിതത്തിൻ്റെ വാർദ്ധക്യം, രോഗം, മരണം ഇതെല്ലാം കണ്ട് മാനസികമായി വല്ലാതെ അസ്വസ്ഥനും ചിന്താകുലനുമായിരുന്ന സിദ്ധാർത്ഥൻ്റെ മനസ്സിൽ നാലാമത് കണ്ട ആ യോഗിയുടെ രൂപം ഇടയ്ക്കിടത്ത് തെളിഞ്ഞു വന്നു. മനുഷ്യവർഗ ഉദ്ധാരകനായ ഏതോ ഒരു ദിവ്യ വ്യക്തിത്വം ആ യതിവര്യൻ. തന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം വലുതായിട്ടുണ്ടായി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖകാരണങ്ങൾ കണ്ടെത്തണം. അതിനുള്ള പരിഹാരവും ആരാഞ്ഞ് അറിയണം. അവ സകല ജനങ്ങൾക്കുമായി പറഞ്ഞു കൊടുക്കണം. അതിനുശേഷമേ താൻ കൊട്ടാരത്തിൽ മടങ്ങി വരികയുള്ളൂ, കപിലവസ്തുവിൽ പ്രവേശിക്കുകയുള്ളൂ. പ്രതിജ്ഞ അതുപോലെ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം ത്യജിച്ചു. പിതാവിനെയും കൊട്ടാരത്തെയും ഗർഭവതിയായ പ്രിയ പത്നിയെയും സകലതും സർവവും പരിത്യജിച്ചു. പരമസത്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഠോരമായ തപസ്സിന് പുറപ്പെട്ടു.
നീണ്ട 6 വർഷം ഘോരമായ തപം കാനനങ്ങളിലും നദീതടങ്ങളിലും പല പ്രദേശങ്ങളിലുമായിട്ട് നടത്തി. ബോധോദയമുണ്ടായി. 30-ാം വയസ്സ് മുതൽ 10 വർഷം ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി യഥാർത്ഥ വസ്തുബോധം മനസ്സിലാക്കി. 40 വയസ്സ് മുതൽ 80 വയസ്സുവരെ തൻ്റെ അറിവും ദർശനവും സമസ്ത മനുഷ്യർക്കുമായി പ്രവചിച്ചു, സഞ്ചരിച്ചു. 80-ാം വയസ്സിൽ മഹാപരിനിർവാണം പ്രാപിച്ചു. ഹിന്ദു ധർമ്മത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷകനാണ് ഭഗവാൻ ശ്രീബുദ്ധൻ. സ്വസ്തി, ശുഭം.